നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും അത് ഏതിനെക്കുറിച്ചാണെങ്കിലും അത് ഉടൻ തന്നെ നിറവേറി കിട്ടുവാൻ വേണ്ടി നമ്മൾ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു അത്ഭുത വാക്കിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള സ്വിച്ച് ബോർഡുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പണത്തെ ആകർഷിക്കുവാനായിട്ട്, റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് തുടങ്ങി ഒരുപാട് സ്വിച്ച് ബോർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അതുപ്രകാരം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് എന്തും തന്നെ ആകട്ടെ, ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും വലിയ ആഗ്രഹങ്ങളാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതിയതിനു ശേഷം നിങ്ങൾ വെറും 3 പ്രാവശ്യം ഈ ഒരു വാക്ക് പറയുക. അതിനുശേഷം നിങ്ങൾ അതവിടെ വിടുക. നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം 24 മണിക്കൂറിനകത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതാണ് ആ വാക്ക് എന്നതിന് മുന്നേ ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഈ സ്വിച്ച് ബോർഡുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു മാർഗം എന്നും കൂടിയാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ സംസാരിക്കുന്ന ഒരു മാജിക്കൽ വേർഡ്സ് എന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ പ്രപഞ്ചം അത് നമ്മളിലേക്ക് എത്തിച്ചു തരും. പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പ്രപഞ്ചത്തെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതും നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞാൻ ഇന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പലർക്കും 1 2 പ്രാവശ്യം പറഞ്ഞു നോക്കി, എനിക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടിയില്ല, ഞാൻ ഒരുപാട് സ്വിച്ച് ബോർഡുകൾ മാറി പറയുന്നുണ്ട്, പക്ഷേ എനിക്കിതൊന്നും സെറ്റ് ആവുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കുക. ഏതൊരു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കണം. ഈ വിശ്വാസം എന്നുള്ളത് വെറും വാക്കുകളിലൂടെ പറയുവാൻ സാധിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒന്നാണ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞ് പിറകിലോട്ട് വരുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഏത് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലും ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും. അതിന് വഴിയൊരുക്കുന്ന ഒരു മാർഗമാണ് ഈ സ്വിച്ച് ബോർഡുകൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ വാക്ക് ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും പറയാം. ആദ്യം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ കരുതും, ഇതെല്ലാം ശരിയാണോ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന്. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം. എങ്ങനെയെന്നാൽ ഏറ്റവും ചെറിയ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാക്ക് പറഞ്ഞൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു ഷർട്ട്, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം. നിങ്ങളിപ്പോൾ മനസ്സിലൊരു ഐസ്ക്രീം കരുതുക. അത് ഏത് ഫ്ലേവറാണ്? അത് കോൺ ഐസ്ക്രീം ആണോ, കപ്പ് ഐസ്ക്രീം ആണോ, അല്ല നമുക്ക് ചോക്കോബാർ ആണോ എന്നെല്ലാം മനസ്സിൽ നമ്മൾ ഏതാണ് ആവശ്യം അത് കരുതുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് ആ ഐസ്ക്രീം നമ്മളിലേക്ക് വരുന്നത് പോലെ സങ്കല്പിക്കുക. അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു, അത് നമ്മുടെ കൈകളിലുണ്ട്. വലതു കൈയിലോ ഇടത് കൈയിലോ നമ്മളത് പിടിച്ചിട്ടുണ്ട്. എത്ര പ്രായമായെങ്കിലും സാധാരണ ഐസ്ക്രീം കാണുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരു ചെറിയ കുട്ടിയായി മാറുമെന്നുള്ളത് നമുക്ക് മാറ്റി പറയാൻ സാധിക്കാത്ത ഒന്നാണ്. ഐസ്ക്രീം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ചിലർക്ക് ഓരോ സാഹചര്യങ്ങൾ മുഖാന്തരം അത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അത് മനസ്സിൽ കരുതുക. അപ്പോൾ ഒരു ഐസ്ക്രീം നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നമ്മളത് കഴിക്കുന്നത് പോലെയും നമ്മൾ ആദ്യത്തെ ആ ഒരു കഴിക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു അതെല്ലാം നമ്മളൊന്ന് ഫീൽ ചെയ്യണം. അതിനെല്ലാം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ വാക്ക് നിങ്ങൾ വെറും 3 പ്രാവശ്യം മാത്രം പറയുക. കൂടുതലൊന്നും പറയണമെന്നില്ല. 3 തവണ നിങ്ങൾ പറഞ്ഞ് വിടുക. പിന്നീട് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അതായത് ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഐസ്ക്രീം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളത് വിട്ടു, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് വിട്ടു കഴിഞ്ഞു. അത് പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് മനസ്സിൽ കരുതിയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം വന്നു കഴിഞ്ഞു, നമ്മളത് കഴിച്ചു കഴിഞ്ഞു. നമുക്ക് വളരെ സന്തോഷമായി നമ്മൾ വായയെല്ലാം കഴുകുന്നത് പോലെ എല്ലാം വിഷ്വലൈസ് ചെയ്തതിനു ശേഷം ഞാനിവിടെ പറയുന്ന ഈ ഒരു വാക്ക് വളരെ പതിഞ്ഞ സ്വരത്തിൽ, വളരെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം നമുക്കിത് ചെയ്യുവാനായിട്ട്. അപ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയാം. ആ വാക്കിതാണ് ഇഫാത്ത.
ഇഫാത്ത, ഇഫാത്ത, ഇഫാട്ട എന്നും പറയാം, ഇഫാത്ത എന്നും പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുവാൻ ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇഫാത്ത, ഇഫാത്ത, ഇഫാത്ത എന്നിങ്ങനെ 3 പ്രാവശ്യം ഈ ഒരു മാജിക്കൽ വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് വേറെ നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരിയാം. ഇതൊരു ഐസ്ക്രീം എന്നുള്ള കാര്യം മാത്രമല്ല, ചെറിയ ഏത് കാര്യങ്ങളാണെങ്കിലും, ഉദാഹരണത്തിന് ഒരു 500 രൂപ ഉടൻ തന്നെ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഇഫാത്ത, ഇഫാത്ത, ഇഫാത്ത എന്ന് പറയാവുന്നതാണ്. അതെങ്ങനെ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ 500 രൂപ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ അതിലൂടെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ വാക്ക് പറയാം. ഇങ്ങനെ ഏതൊരു കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിറവേറി കിട്ടുവാനായിട്ട് ഈ വാക്ക് പറയാം. അതുമാത്രമല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന് ടെസ്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ പേടിക്കാൻ ഒന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും അങ്ങനെയാണ്. ഏതൊരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. എനിക്ക് ആ അസുഖം ഉണ്ടാകുമോ, ഈ അസുഖം ഉണ്ടാകുമോ, ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ ആ റിസൾട്ട് വാങ്ങിക്കുന്നത് പോലെയും നിങ്ങൾ പേടിക്കുന്നത് പോലെയൊന്നുമില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടിരിക്കുകയാണ്, ഞാൻ സന്തോഷത്തോടുകൂടി ആരോഗ്യവതിയായിട്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇഫാത്ത, ഇഫാത്ത, ഇഫാത്ത എന്നുള്ള ഈ വാക്ക് 3 പ്രാവശ്യം പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിടുക. വെറും 24 മണിക്കൂർ, ഞാൻ ഇതിവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, 24 മണിക്കൂറിനകം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസം നിങ്ങളൊന്ന് കണക്ക് കൊടുക്കുക. അതായത് 24 മണിക്കൂർ എന്ന് പറയുന്നത് 2 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ, നമ്മുടെ നിത്തിക സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് അവർ അനുഭവിച്ച ആ ഒരു സന്തോഷങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. നമ്മുടെ കമൻറ്റ് ബോക്സുകൾ എടുത്ത് നോക്കിയാൽ മുഴുവനായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഓരോ വേർഡ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനും ഈ പ്രപഞ്ചത്തെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുവാനും വേണ്ടി നമ്മൾ ഒരുപാട് ടെക്നിക്സുകളെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം തന്നെ എനിക്കില്ല, നഷ്ടപ്പെട്ടു പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ വിട്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മളും മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഏതൊരു വ്യക്തികളാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു അടിപതറി താഴെ വീഴുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കരുത്. നമുക്കും ജീവിക്കണം. അതിന് നമ്മൾ നമ്മുടെ കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ നമുക്ക് വേറെ ആരുടെ സഹായം കൂടി ആവശ്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെയും, അതായത് നമ്മുടെ ഏത് ഇഷ്ടദൈവത്തിൻ്റെ ആണെങ്കിലും കുലദൈവത്തിൻ്റെയും അനുഗ്രഹവും ഈ പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അതിനെ നമ്മളിലേക്ക് എത്തിച്ച് എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ചെറിയ കാര്യം ആഗ്രഹിച്ചോ നിറവേറി കിട്ടിയെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അതിനേക്കാൾ കുറച്ച് ഉയർന്ന ഒരു കാര്യം ആഗ്രഹിക്കുക. വീണ്ടും അത് നിറവേറി കിട്ടിയെങ്കിൽ അടുത്ത സ്റ്റേജ്, അങ്ങനെ പോകുക. അല്ലാതെ പെട്ടെന്ന് എനിക്കൊരു 50 ലക്ഷം രൂപ വേണം, ഇഫാത്ത എന്നുള്ള വാക്ക് പറഞ്ഞാൽ എനിക്ക് ആ 50 ലക്ഷം രൂപ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. കാരണം നമ്മുടെ ഉപബോധന മനസ്സിന് അറിയണം ഈ വാക്ക് വളരെ പവർഫുള്ളായ വാക്കാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് ഉപബോധ മനസ്സിനോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളെ ആകർഷിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ. പെട്ടെന്ന് പോയിട്ട് എനിക്ക് 50 ലക്ഷം വേണം, 1 കോടി വേണം, 10 ലക്ഷം വേണം എന്നെല്ലാം പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ഏതൊരു സ്വിച്ച് വേർഡുകളാണെങ്കിലും ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നുവോ, ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. കാരണം നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, അത്രയേറെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾക്കും അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു വാക്കിനെയും പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടുമാണ് ആ വാക്ക് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചം അത് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുകയും അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ച് തരികയും ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ചെറുതും വലുതുമായ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് നിത്യജീവിതത്തിൽ ഈ ഒരു വാക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും, രാവിലെ ആണെങ്കിലും ഉച്ച സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും ഈ വാക്ക് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ
സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.